മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിയാണെങ്കിൽ നഷ്ടപരിഹാര തുക വേണമെന്ന് തന്നെ വാശി പിടിച്ചുകൊണ്ട് തന്നെ കണ്ണൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഇത് കേൾക്കുന്ന കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും സ്വത്തിനെയും പണത്തിനെയും എല്ലാമാണ് സ്നേഹിക്കുന്നതെന്നെല്ലാം കണ്ണൻ ചോദിക്കുന്നത് കേട്ട് ദേഷ്യത്തോടു കൂടി തന്നെ ഉണ്ണിയാണെങ്കിൽ തല കുമ്പിട്ട് നിൽക്കുന്നു. ഇത് കേൾക്കുന്ന ഉണ്ണി പറയുന്നുണ്ട്, എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? 10-22 വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു കൊലപാതകമല്ലേ, അതിൽ നിന്നും കിട്ടുന്ന പൈസ പലിശയായിട്ടും മുതലായിട്ടുമല്ല ഒരു തുകയുണ്ടായിരിക്കും, അതൊന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്കും പ്രതാപനെയും വാമദേവനെയും പാപ്പരാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അവരിൽ നിന്നും കിട്ടുന്ന നഷ്ടപരിഹാരം ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് കണ്ണേട്ടൻ വേണമെങ്കിൽ സ്വത്തെല്ലാം അനാഥാലയത്തിലോട്ട് കൊടുത്തു, പക്ഷേ എനിക്ക് കിട്ടുന്നതെല്ലാം എൻ്റെ കയ്യിൽ തന്നെ വേണം, എനിക്കാണ് ഒന്നുമില്ലാത്തതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണി വാശി പിടിക്കുന്നത് കണ്ട് കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് അപ്പോൾ അച്ഛൻ മരിച്ചതല്ല അല്ലേ കാര്യം, അതിൽ നിന്നും കിട്ടുന്ന സമ്പാദ്യമാണല്ലേ നിനക്ക് കാര്യമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് ആ പൈസ ദഹിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് ആ പൈസ നന്നായിട്ട് തന്നെ ദഹിക്കുമെന്നെല്ലാം പറയുന്നത് കേട്ട് ആകെ വിഷമത്തോടു തന്നെ നിൽക്കുകയാണ് ദുർഗയും. പിന്നീട് കരുണയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ നഷ്ടപരിഹാര തുക കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് നിൻ്റെ ഭർത്താവ്. നിൻ്റെ അച്ഛനാണെങ്കിൽ വെറും വട്ടപൂജ്യമാകാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് ഒരിക്കലും നിൻ്റെ അച്ഛനെയും വാമദേവനെയും ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. നിന്നെ ഞാൻ ഇവിടെ കയറ്റിയെന്ന് വിചാരിച്ച് അവരെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ആകെ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് കരുണ. പിന്നീട് ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്കും കണ്ണേട്ടനും വേണ്ടാത്ത നഷ്ടപരിഹാര തുക നിങ്ങൾക്ക് എന്തിനാണ് ഉണ്ണിയേട്ട എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ആ പൈസ വേണം, എനിക്കാണ് ഇവിടെ ഒന്നുമില്ലാത്തത്, അതുകൊണ്ട് എനിക്ക് കിട്ടാനുള്ള എൻ്റെ സ്വത്തും മുതലും നഷ്ടപരിഹാര തുകയും എല്ലാം എനിക്ക് തന്നെ വേണമെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് കരുണ. നിൻ്റെയും എൻ്റെയും പേരിൽ തന്നെയാണ് നമ്മുടെ ലോക്കറെന്നും അതിൽ നിന്നും ഞാനറിയാതെ ഒരൊറ്റ സ്വർണം പോലും നീ എടുത്തു പോകരുതെന്നെല്ലാം പറയുമ്പോഴേക്കും കരുണയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. കരുണ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ, നിൻ്റെ അച്ഛൻ്റെ കേസ് നടത്താനായിട്ട് നീ അതിൽ നിന്ന് സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് വിറ്റ് കളയുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നല്ല ഉണ്ണി പറയുന്നത് കേട്ട് ദേഷ്യം വരികയാണ് കരുണയ്ക്ക്. നിൻ്റെ സൗന്ദര്യം കണ്ടല്ല നിന്നെ ഞാൻ വിവാഹം കഴിച്ചതെന്നും നിൻ്റെ അച്ഛന് 5 ക്വാറിയും ലോറിയും എല്ലാം ഉള്ളത് കണ്ടിട്ടും കണ്ണായ സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളതും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്, അത് കണ്ടിട്ടാണ് നിന്നെ ഞാൻ വിവാഹം കഴിച്ചതെന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. കേസ് നടത്തി നിന്റെ അച്ഛൻ്റെ ആ സ്വത്തുക്കളെല്ലാം നഷ്ടപരിഹാര തുകയായിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്നു ചേരുമെന്നും പിന്നെ നിന്റെ അച്ഛനും മുത്തശ്ശിയുമെല്ലാം വല്ല വൃദ്ധസദനത്തിലും പോയി കിടക്കട്ടെ, അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പോകാമെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് ആകെ ഷോക്കായി തന്നെ നിൽക്കുകയാണ് കരുണ. പിന്നീട് ജയിലിലോട്ട് വാമദേവനെ കാണാനായിട്ട് ഉണ്ണി അങ്ങോട്ട് എത്തുന്നു. ഉണ്ണിയെ കാണുന്നത് വാമദേവനാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. കാരണം അവൻ്റെ അച്ഛനെ കൊന്നത് താനാണെന്നുള്ള സത്യം അവൻ അറിയാവുന്നുള്ളത് കൊണ്ട് ആകെ വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയാണ് വാമദേവൻ ഉണ്ണിയുടെ അടുത്തോട്ട് ചെല്ലുന്നത്. അമ്മാവൻ ഇവിടെ സുഖം തന്നെയാണോ എന്നെല്ലാം ഉണ്ണി ചോദിക്കുന്നത് കേട്ട വാമദേവനാകെ ഞെട്ടിപ്പോകുന്നു. നീ എന്താണ് മോനെ എങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല അമ്മാവ, എൻ്റെ അച്ഛനെ കൊന്നതിന് ശേഷം അമ്മാവൻ ഇത്രയും കാലം സുഖിച്ച് ജീവിക്കുകയല്ലായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയുണ്ടെന്നെല്ലാം ഞാൻ ചോദിച്ചറിയായിരുന്നു എന്നെല്ലാം ഉണ്ണി ചോദിക്കുന്നത് കേട്ട് വാമദേവൻ പറയുന്നുണ്ട്, മോനെ ശവത്തിൽ കുത്തലേ എന്നെല്ലാം പറയുകയാണ്. ആ മഹാലക്ഷ്മിയും കുഞ്ഞും പിന്നെ അധികം താമസിയാതെ തന്നെ വീട്ടിലോട്ട് വരും, അതൊന്നും എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, അതിനു മുമ്പേ തന്നെ അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നെല്ലാം വാമദേവനോടായിട്ട് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എടാ മോനെ, ഞാൻ ഇതിനകത്ത് കിടന്ന് എന്ത് ചെയ്യാനാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അമ്മാവന് പറ്റിയ ആരെങ്കിലും ഉണ്ടോ പുറത്ത്, അങ്ങനെയെങ്കിൽ അവരെ പറഞ്ഞാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും ഏർപ്പാടാക്കിക്കൊള്ളാമെന്ന് പറയുമ്പോൾ, എനിക്കറിയാവുന്ന ഒരാൾ പുറത്തുണ്ട്, പരമൻ എന്നാണ് അവൻ്റെ പേരെന്നും അവൻ മിടുക്കനാണെന്നും അവൻ ഏത് കാര്യം ഏറ്റാലും അത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തു തരുമെന്നെല്ലാം വാമദേവൻ പറയുന്നത് കേട്ട് ഉണ്ണിക്ക് ചെറിയൊരു ആശ്വാസമാകുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ അയാളെ അന്വേഷിച്ച് പുറപ്പെടാനായിട്ട് തീരുമാനിക്കുകയാണ്. അമ്പലത്തിലെത്തുന്ന ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ അവിടെ വെച്ച് കാണുന്നു. അങ്ങനെ മഞ്ജുവിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ മഞ്ജു ആണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നു. എന്നിട്ട് ദുർഗ പറയുന്നൊരു, മോളെ, ഉണ്ണിയാണെങ്കിൽ നഷ്ടപരിഹാര തുക മേടിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്, ഞാനും കണ്ണനും ഒന്നും പറഞ്ഞിട്ട് അവൻ അതനുസരിക്കുന്നല്ലേ, ഇനി മോളും കൂടി ഒന്ന് പറയുമെന്നെല്ലാം പറയുമ്പോഴേക്കും, ഞാൻ അയാളോടൊന്നും പറയാനില്ല, അയാളാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളുമല്ല, അച്ഛൻ്റെയോ കണ്ണേട്ടൻ്റെയോ വാക്ക് കേട്ട് വളർന്ന ഒരാളല്ലല്ലോ ഉണ്ണിയേട്ടൻ കേൾക്കുന്നത് അമ്മയുടെയും മേഘേട്ടൻ്റെയും അമ്മാവൻ്റെയും വാക്കുകൾ മാത്രമല്ലായിരുന്ന ഉണ്ണിയേട്ടൻ കേട്ടുകൊണ്ടിരുന്നത്, അതുകൊണ്ട് എനിക്കൊരിക്കലും അയാളെ തിരുത്താനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ദുർഗയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാകുകയാണ്. അച്ഛൻ മരിച്ചതിൽ അവന് യാതൊരുവിധ സങ്കടമില്ലെന്നും അവൻ അച്ഛൻ്റെ നഷ്ടപരിഹാര തുക വാങ്ങാനായിട്ട് പാഞ്ഞു നടക്കുകയാണെന്നുമെല്ലാം മഞ്ജുവിനോടായിട്ട് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, അമ്മാവൻ്റെ സ്വഭാവമല്ലേ ഉണ്ണിയേട്ടന് കിട്ടിയിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് സ്വത്തിൽ ആർത്തി ഇല്ലാതിരിക്കുക എന്നെല്ലാം പറയുന്നത് കേട്ട് ആകെ വിഷമിച്ച് പോവുകയാണ് ദുർഗ. പിന്നീട്
ഉണ്ണിയാണെങ്കിൽ ആ പരമൻ എന്ന് പറഞ്ഞ ആളെ അന്വേഷിച്ച് പോകുകയാണ്. അങ്ങനെ വാമദേവൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കണ്ണനെയും അപായപ്പെടുത്താനായിട്ടുള്ള എല്ലാ പദ്ധതികളും ഉണ്ണി നീക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.